നമോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് സ്വയം അറിയാത്ത അഹം എന്നാണ് അതിൻ്റെ ഒരു നക്ഷല്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ എന്താണ്? സ്വയം അറിയാതെ, താൻ ആരെന്ന് അറിയാതെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ ഉള്ളത് എന്നാണ് പറഞ്ഞുകൊണ്ട് വന്നത്. അത് എന്താണ് അങ്ങനെ വരാൻ കാര്യം എന്ന് ചോദിച്ചാൽ, നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ശ്രമിച്ചാലും അതിനു വേണ്ടിയല്ല എന്നാണ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത്. പണം ഉണ്ടാക്കുന്നത് പണം ഉണ്ടാക്കാനല്ല, നമുക്ക് എന്തെങ്കിലും ആവശ്യം തോന്നിയിട്ട് കാറ് മേടിക്കുന്നത് കാറ് മേടിക്കാനല്ല, പ്ലെയിനിൽ കയറിപ്പോകാമെന്ന് വിചാരിക്കുന്നത് പ്ലെയിനിൽ കയറിപ്പോകാൻ വേണ്ടിയിട്ടല്ല, ഫ്രിഡ്ജ് മേടിക്കുന്നത് ഫ്രിഡ്ജ് മേടിക്കാൻ വേണ്ടിയിട്ടല്ല, ഇതിനകത്തുനിന്ന് ഉള്ള ഉപയോഗത്തിൽ നമ്മൾ വേറെ ഏതെങ്കിലും തണുപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജ് മേടിക്കുന്നത്. അപ്പം തണുപ്പിച്ചെടുക്കാനല്ല തണുപ്പിക്കുന്നത്. എന്ത് നമ്മൾ ചെയ്താലും പഠിക്കാൻ വേണ്ടിയിട്ടല്ല, എന്ത് ചെയ്താലും അതിനു വേണ്ടിയിട്ടല്ല, അതിൻ്റെ ഉപയോഗത്തെപ്പറ്റി നോക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടുമല്ല. ഇതുകൊണ്ടാണ് അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന്, എന്താണ് പറയുന്നത് ഒന്ന് പറഞ്ഞാൽ അത് പറയാൻ വേണ്ടിയിട്ടല്ല പറയണത്. ഇങ്ങനെയൊക്കെയുള്ള വലിയ കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പറയാൻ കഴിഞ്ഞത് സ്വയം അറിയാത്ത അഹം എന്ന് പറഞ്ഞത്. എന്നാൽ ഇത് എന്താണ്? നമ്മുടെ അറിവ് കൊണ്ടാണോ അറിവില്ലായ്മ കൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ അത് അതിനേക്കാൾ കൺഫ്യൂഷൻ ആകും. അത് നമുക്കൊന്ന് നോക്കാം. എപ്പോഴാണ് അറിവ് വന്നത്, അറിവില്ലായ്മ എപ്പോഴാണ്? അറിവില്ലായ്മയാണോ? ആകെപ്പാടെ കൺഫ്യൂഷനാണ്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും മനുഷ്യന് അറിയാനുള്ള ആഗ്രഹമുണ്ട്. അറിയണം എന്നുള്ള ആഗ്രഹം എന്നുമുണ്ട്. പക്ഷെ അറിയാനുള്ള ശ്രമം നമുക്ക് ബുദ്ധിമുട്ടാണ്. ശ്രമിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. പഠിക്കണം, അതറിയണം എന്നുണ്ട്. എന്നാൽ അത് പഠിക്കുമെന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്, അത് കഷ്ടപ്പാടാണെന്ന് തോന്നുന്നത്. ആഗ്രഹിക്കുന്നത് നേടുന്നതിലല്ലേ ഏറ്റവും വലിയ സുഖം വരേണ്ടത്. പക്ഷെ ഇതങ്ങനെയല്ല. ആഗ്രഹം വേണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ ശ്രമം എന്നുള്ളത് അത് ബുദ്ധിമുട്ടാണ് താനും. അപ്പോൾ ഇതിനെ നമുക്ക് കോംപ്രമൈസ് ചെയ്തു പോകാൻ ആർക്കൊക്കെ എത്രയൊക്കെ കഴിഞ്ഞാൽ അവരാണ് പണ്ഡിതന്മാര് ആയിട്ട് മാറുന്നത്. അവരാണ് കാര്യങ്ങളിൽ പല വിധത്തിലുള്ള അറിവ് നേടി വരുന്നു എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ അറിവ് നേടുന്നു. എന്താണ് ഈ അറിവിന്റെ രഹസ്യം? അറിവ് എത്രയുണ്ട് നമുക്ക് എന്നൊക്കെ ചോദിച്ചു വരുമ്പോഴാണ് അത് പിന്നെയും പ്രശ്നമാകുന്നത്. അറിവ് എന്ന് പറയുന്നത് എപ്പോഴാണ് അറിവുണ്ടായി തുടങ്ങിയത്? പണ്ട് പൗരാണിക കാലത്തൊക്കെ ആളുകൾക്ക് ഒരറിവുമില്ലായിരുന്നു. ഇപ്പോഴാണ് എല്ലാവർക്കും അറിവുണ്ടാകുന്നത്. അറിവ് കൂടിക്കൂടി വരിക. അത് ശരിയാണോ അല്ലയോ? അറിവ് കൂടുകയാണോ അറിവ് കുറയുകയാണോ എന്നൊക്കെ ഉള്ളത് എന്നും തർക്കത്തിലിരിക്കണതാണ്. അതെന്താ കാര്യം? നമുക്ക് അറിവ് എന്താണെന്ന് പറഞ്ഞുകൂടാ. അറിവാണോ വാസ്തവത്തിൽ അറിവെന്ന് അറിഞ്ഞുകൂടാ. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളാണ് നമുക്ക് കേട്ടിട്ടുള്ളത്, ഗുരുക്കന്മാര് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതെല്ലാം അറിവാണ്. അത് പൗരാണികതയിൽ നമ്മൾ ഋഷിമാരെന്ന് പറയും. മോഡേൺ ആയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ നമ്മൾ സയന്റിസ്റ്റുകളെന്ന് പറയും. എന്നാൽ സയന്റിസ്റ്റുകൾ എന്ന് പറയുന്നവര് ഭാഷയുടെ കാര്യത്തിലൊന്നും അവര് കൂട്ടുന്നില്ല. അത് പണ്ഡിതർ എന്ന് പറയും. അപ്പൊ ഈ പാണ്ഡിത്യം എവിടെ തുടങ്ങുന്നു, എവിടെ അവസാനം? പാണ്ഡിത്യത്തിന്റെ മേഖല ഏതാണ്? സയന്റിസ്റ്റ് എന്ന് പറയുന്നതിന്റെ മേഖല ഏതാണ്? ഡോക്ടർ എന്ന് പറയുമ്പോൾ ചികിത്സകനെ മാത്രമാണ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ അറിവുള്ളവനെന്നേ അർത്ഥമുള്ളൂ വാസ്തവത്തിൽ. അപ്പോൾ ആ ചികിത്സ, വൈദ്യം അയാളുടെ മേഖല എവിടെയാണ്? ജ്യോതിഷിയുടെ അറിവ് എങ്ങനത്തെയാണ്? ഇത് ആകെപ്പാടെ നമുക്ക് ഇതിൽ ഏതൊക്കെയാണ് ശാസ്ത്രം?
ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് വേറെയാണോ, ജ്യോതിഷം എന്ന് പറയുന്നത് വേറെയാണോ? ജ്യോതിഷം ശാസ്ത്രമല്ലേ? ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് മാത്രമാണോ ശാസ്ത്രം? എവിടെ നോക്കിയാലും നമ്മൾ കൂടുതൽ കൂടുതൽ അറിയും തോറും കൂടുതൽ കൺഫ്യൂഷനാണ് വരുന്നത്. അപ്പോൾ പഠിക്കും തോറും കൺഫ്യൂഷനാണല്ലോ കൂടുന്ന ഈശ്വര. പഠിക്കാതിരിക്കണതിന് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ കൺഫ്യൂഷൻ ഒന്നുമില്ല. ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും എന്ത് കേട്ടാലും അയക്കൾ ഒരുപോലെയുള്ളൂ. അപ്പൊ അയാളുടെ ഒരു കൺഫ്യൂഷൻ ആകപ്പാടെ ഈ ജ്യോതിഷിയോടുള്ള ജ്യോതിഷമൊക്കെ പറയുന്ന അവരോടുള്ള കൺഫ്യൂഷൻ മാത്രമേ മാറുള്ളൂ. മറ്റേ ജ്യോതിശാസ്ത്രമൊന്നും അവൻ നോക്കണില്ലല്ലോ. അപ്പൊ അവന്റെ കൺഫ്യൂഷന്റെ എണ്ണം കുറഞ്ഞു, സമാധാനമുണ്ട്. അപ്പോൾ കൂടുതൽ പഠിക്കാതെ പോയാൽ നമുക്ക് സമാധാനം ഉണ്ടാകും എന്നാണ് നമുക്കതിൽ നിന്ന് കാണുന്നത്. പക്ഷെ ഇവിടെ പഠിക്കാതെ പോയാൽ എന്തു പറ്റും? നമുക്ക് വിജയിക്കാൻ പറ്റാവരും. പഠിച്ചാലേ വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ വിജയം എന്താണ്? അത് അതിനേക്കാൾ വലിയ പ്രശ്നം. വിജയം എന്താണെന്നുള്ളതാണ് പ്രശ്നം. വിജയം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അപ്പൊ എന്തൊക്കെയാണെങ്കിലും അറിവ്, വിജയം, മത്സരിച്ചാലല്ലേ വിജയം വരുള്ളൂ. അപ്പോൾ എല്ലാം നമ്മൾ തൊടുന്ന ചിന്തിക്കുന്ന മേഖലകളൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. ഇതിന്റെ എന്താണ്? ഇതിന്റെ സാങ്കത്യം എന്താണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അറിവ് വെളിച്ചം ദുഃഖമാണുണ്ണീ, തമസ്സല്ലോ സുഖപ്രദം എന്നൊക്കെ പറയും. എന്നുവെച്ചാൽ അറിയുന്തോറും നമുക്ക് പ്രശ്നങ്ങൾ കൂടിക്കൂടി വരും. അറിവില്ലാതിരുന്നാൽ ഒരു കുഴപ്പമില്ല. മന്ദബുദ്ധികളായിട്ടിരുന്നാൽ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാം എന്ന് പറഞ്ഞാൽ അവനെല്ലാം ഒരുപോലെയാണ്. പക്ഷെ നമ്മളാരും മന്ദബുദ്ധിയാകാൻ ശ്രമിക്കുന്നില്ല. മന്ദബുദ്ധിയാകാൻ ആർക്കും ഇഷ്ടമല്ല. ബുദ്ധിമാൻ എന്ന് പറയുമ്പോൾ അഭിമാനമുണ്ട്. എന്നാൽ ദുഃഖം ഉണ്ടായാലും വേണ്ടിയില്ല, നമുക്ക് അറിവുണ്ടാകണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പൊ ഇതിന്റെ അടിസ്ഥാനം എന്താണ്? എല്ലാ ആഗ്രഹങ്ങളുടെയും പിന്നിൽ നമ്മുടെ സംസ്കാരമാണ് വരുന്നത്. അപ്പോൾ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്കാരം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കാണുന്നതിലും കേൾക്കുന്നതിലും നിന്നൊക്കെയാണ് സംസ്കാരം ഉണ്ടാകുന്നത്, ഇല്ലേ? അറിയുന്നതിലും, കാണുന്നത്, കേൾക്കുന്നത്, അറിയുന്നത്, ഇതിൽ നിന്നൊക്കെയാണ് സംസ്കാരം രൂപപ്പെടുന്നത് എന്ന് പറയും. അപ്പോൾ കാണുന്നതും കേൾക്കുന്നതും പഠിക്കുന്നതും ഒക്കെ ആണ് സംസ്കാരം. അങ്ങനെയല്ല. കാണുന്നതും കേൾക്കുന്നതും പഠിക്കുന്നതൊന്നും അല്ല സംസ്കാരം. നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ അഹങ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. കാണുക, കേൾക്കുക, പഠിക്കുക എന്നൊക്കെ ഉള്ളത് ഈ അഹങ്കാരം എന്നുള്ള ഇതിന്റെ ഒരു കോർഡിനേഷൻ, ഇതെല്ലാം കൂടി ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിനെയാണ് നമ്മൾ അഹങ്കാരമായിട്ട് കാണുന്നത്. ശരീരം എന്നുള്ള ഇത്, മനസ്സ്, ബുദ്ധി, ഇതൊക്കെ ചേർന്ന്, ശരീരം, മനസ്സ്, ബുദ്ധി ഇതൊക്കെ ചേർന്ന് ഉള്ള ഒരു ആകാരത്തെയാണ് നമ്മൾ ഈ മൂന്നെണ്ണം, ഒരു സ്ഥൂല വസ്തു ശരീരം, പിന്നത്തെ രണ്ട് സൂക്ഷ്മ പദാർത്ഥങ്ങൾ മനസ്സും ബുദ്ധിയും. അപ്പോൾ ഒരു സ്ഥൂലാകാരവും രണ്ട് സൂക്ഷ്മാവസ്ഥകളും ചേർന്ന് നമ്മൾ അഹങ്കാരം എന്ന ഒരു നാലാമത്തെ ഒരവസ്ഥ നമ്മൾ സങ്കല്പിക്കുന്നു. അതിനെയാണ് നമ്മൾ അഹങ്കാരം. ഈ അഹങ്കാരം എന്ന് പറയുന്നത് ഇതിന്റെ പ്രയത്നഫലമായിട്ടുണ്ടാകുന്നതാണ് അഹങ്കാരം. അല്ലാതെ അപ്പോൾ കാണുന്നത് ഞാനല്ല. പക്ഷെ കാണുന്നത് കുറച്ചു കഴിയുമ്പോൾ ഞാനായി മാറും. കേൾക്കുന്നത് ഞാനല്ല, കേൾക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ഞാനായി മാറും. കഴിക്കുന്നത് ഞാനല്ല, പക്ഷെ കഴിച്ചു കഴിയുമ്പോൾ അത് കുറച്ച് നിങ്ങൾക്ക് പിന്നെ അത് സ്ഥൂലവുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ട് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. നമ്മളൊരു ആപ്പിൾ, ഇത് ഞാനാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. ഈ ആപ്പിൾ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാനാണ്
ഞാനും ഇത് ഒന്നാണ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും പിന്നെ ഇയാൾ എന്തെന്നാണ് ഈ പറയുന്നതെന്ന്. പക്ഷെ ഈ ആപ്പിള് ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് പറ്റി? ഈ ആപ്പിള് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഞാനായി മാറി. കഴിച്ച് വയറ്റിൽ ചെന്നാൽ ഞാനാകില്ല. അതിൻ്റെ ആ ആപ്പിളിലുള്ള എല്ലാ സത്തകളും ഞാൻ ഉള്ളിലേക്കാക്കി. മനസ്സിലാകുന്നുണ്ടോ? അതിൻ്റെ സത്തയെ നമ്മൾ എടുത്തു. അങ്ങനെയാണ് ആ സത്തകൾ എടുത്തെടുത്തിട്ടാണ് നമ്മളെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ആപ്പിളുകളോ വേറെ ഒന്നും നമ്മൾ കഴിക്കുന്നില്ലെങ്കിലോ നമ്മൾ മരിച്ചു പോകും. അപ്പോൾ നമ്മുടെ നിലനിൽപ്പിന് നമുക്ക് പുറത്തുനിന്നുള്ള പല കാര്യങ്ങൾ വേണം. അതിൽ സ്ഥൂലമായിട്ടുള്ളത് വേണം, പിന്നെ സൂക്ഷ്മമായിട്ടുള്ള ആശയങ്ങളും വേണം. ആ സൂക്ഷ്മതലങ്ങളെ കൂടുതലായിട്ട് കേട്ടണം. എന്താ കാര്യം? അത് രണ്ടുണ്ട്. മനസ്സും ബുദ്ധിയും ആയിട്ട് രണ്ടായിട്ട് തിരിഞ്ഞതുണ്ട്. അപ്പോൾ ഈ 3 പദാർത്ഥങ്ങളും, ശരീരം, മനസ്സ്, ബുദ്ധി എന്നുള്ള 3 പദാർത്ഥങ്ങൾ ചേർന്ന് 4മത്തെ ഒരു പദാർത്ഥം എന്ന് പറഞ്ഞാൽ, നമ്മൾ പദാർത്ഥം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ ദ്രവ്യമാകണമെന്നില്ല പദം അർത്ഥം. മനസ്സ് എന്നുള്ളത് ഒരു പദാർത്ഥമാണ്. സുഖം എന്ന് പറയുന്ന ഒരു പദാർത്ഥമാണ്. പദവും അതിനർത്ഥവും ചേർന്നതാണ് പദാർത്ഥം എന്ന് പറയുന്നത്. ദ്രവ്യമായിട്ട് നമ്മൾ കാണുന്നത് സ്ഥൂലമായിട്ട് വരുംതോറും അത് ദ്രവ്യം എന്നുള്ള നമ്മളുടെ മാറ്റർ എന്ന് പറയുന്ന ഇന്ദ്രിയ ഗോചരത്വത്തിലേക്ക് വരുമ്പോഴാണ് അതിന് ദ്രവ്യം എന്ന് പറയുന്നത്. ആ പദാർത്ഥത്തെ നമ്മൾ ദ്രവ്യം എന്ന് കണക്കാക്കുന്നത്. അപ്പോൾ ദ്രവ്യമായിട്ടുള്ള, സ്ഥൂലമായിട്ടുള്ള ദ്രവ്യം എന്നുള്ളത് എവിടം വരെ കൊണ്ട് അവസാനിച്ചു? നമ്മളെ സംബന്ധിച്ച് ഖരദ്രാവക വാതക ഊർജങ്ങളെ കൊണ്ട് ഭൗതിക ശാസ്ത്രജ്ഞന്മാരുടെ ദ്രവ്യം അവസാനിച്ചു. നമ്മൾ ആകാശം കൂടി ചേർത്തു. ഭാരതീയ ശാസ്ത്ര പൈതൃകം എന്താണ്? മനസ്സിന് ഈ ആകാശം എന്ന് പറയുന്നതിന് എന്തുകൊണ്ടാണ് ഈ ദ്രവ്യത്വം ഉണ്ടായത് എന്ന് നോക്കാനാണെങ്കിൽ അത് നമ്മൾക്ക് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള അഹം ബ്രഹ്മാസ്മി എന്ന ആത്യന്തം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വാക്യം ഉണ്ട്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ആ ശ്രേഷ്ഠവാക്യത്തിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് അത് ഇപ്പോഴത്തെ നമ്മളുമായിട്ടുള്ള അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയും ആ ശരിയായിട്ടുള്ള ഈ വാക്യാർത്ഥവും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്തു നോക്കണം. നമുക്ക് ഇന്ന് സമയം കൂടുതലാകുന്നു കണ്ട് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അഹം ബ്രഹ്മാസ്മി എന്നുള്ള അതിന്റെ സാങ്കത്യം ഒന്ന് വിശകലനം ചെയ്യാൻ ശ്രമിക്കാം. നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ.